കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ക്രിക്കറ്റ് ഗ്രൗണ്ട് ബുധനൂർ പഞ്ചായത്തിലെ പെരിങ്ങലിപ്പുറത്ത് സജ്ജമാകും. 21 വർഷമായി ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ 20,000-ലേറെ പേർക്ക് ക്രിക്കറ്റ് പരിശീലനം നൽകി വരുന്ന ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്രിക്കറ്റ് കളിക്കളം തയ്യാറാകുന്നത്. ബുധനൂർ ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങലിപ്പുറത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ട് തയ്യാറാകുന്നു. 21 വർഷമായി ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ 20,000-ലേറെ പേർക്ക് ക്രിക്കറ്റ് പരിശീലനം നൽകി വന്നിരുന്ന ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് പെരിങ്ങലിപ്പുറത്ത് ന്യൂ കിഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന പേരിൽ കളിക്കളം തയ്യാറാകുന്നത്. നമ്മുടെ ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാദമി ആരംഭിക്കുന്നത് 2004 മാർച്ച് 7-ാം തീയതി. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ടിനുനോ യോഹനാനാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് അദ്ദേഹം ചെയ്ത പ്രസംഗമൊക്കെ ഇപ്പോഴും ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. അതുപോലെ കേരളത്തിന്റെ കോച്ചായിരുന്ന ബാലേന്ദ്രൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സെഷനൊക്കെ അന്ന് കുട്ടികൾക്ക് വേണ്ടി നടത്തുകയൊക്കെ ഉണ്ടായി. അപ്പൊ അതിൽ നിന്ന് എന്തുകൊണ്ട് ഈ പേര് സെലക്ട് ചെയ്തെന്ന് തന്നെ ഒരു ചോദ്യം ഇവിടെ വന്നു. ന്യൂ കിഡ്സ്, നമ്മൾ കിഡ്സിനെയാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ കുഞ്ഞുനാളിലെ കുട്ടികളെ അതിനുവേണ്ടി പരിശീലിപ്പിച്ചാൽ അതിനകത്ത് അവർ മുതിർന്നാലും അതിനകത്ത് തന്നെ നിൽക്കുമെന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് ആ പേര് പോലും സെലക്ട് ചെയ്തത്. ഈ കളിയിലൂടെ വന്ന് ജോലി കിട്ടിയവർ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ഇന്ത്യക്ക് അകത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വിവിധ രീതിയിൽ കുട്ടികളുടെ ആകമാന വളർച്ചയ്ക്ക് ന്യൂ കിഡ്സ് കാരണമായി എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. ഇത് ഈ പെരിങ്ങലിപ്പുറത്തേക്ക് ഈ ഗ്രൗണ്ട് വരാനുള്ള കാരണം വളരെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. 6-7 ഏക്കറിനകത്ത് കിടക്കുന്ന ഒരു ഗ്രൗണ്ടിനകത്ത് എല്ലാ ഫെസിലിറ്റിയോടും കൂടി ഒരു ഗ്രൗണ്ട് എന്നുള്ള ആശയത്തിലാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ ഇപ്പോൾ 4 ലെയ്ഡ് പിച്ച് തന്നെയുണ്ട്. ടർഫ് വിക്കറ്റ് തന്നെ 4 ഉണ്ട്. ഇനിയും ഒരു 1-2 വർഷം കൂടെ കഴിഞ്ഞ് ഈ ഗ്രൗണ്ടിന്റെ പേരിലായിരിക്കും ഈ പ്രദേശം തന്നെ അറിയുന്നത്. ഈ 20 വർഷം കൊണ്ട് 10,000-കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചു. അതിൽ 35,000 പേര് നമ്മൾ മുഖാന്തരം കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായിട്ട് ക്രിക്കറ്റ് കളിച്ച് ജോലി ചെയ്യുന്നു. നല്ലൊരു തലമുറ വളർത്തിയെടുക്കാൻ പറ്റുന്നു. പിന്നെ ഒരു ലെവലിൽ എത്തുക എന്നുള്ളത് അവരുടെ കൂടെ ഹാർഡ് വർക്കാണ്. 4 ടർഫ് വിക്കറ്റ്സ് സ്വകാര്യ ഗ്രൗണ്ടിൽ ഉള്ള ഈ അടുത്ത ഈ ജില്ലയിൽ തന്നെ ഇല്ല. കേസേക്കുണ്ട്, നമ്മൾ സ്വകാര്യ ക്ലബ്ബുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യം ഇല്ല. ഇതിനകത്ത് കളിച്ചാലേ അവരൊരു അടുത്ത ലെവലിലേക്ക് എത്തത്തുള്ളൂ. സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ബൗണ്ടറി ഉള്ള ഗ്രൗണ്ടുമാണ്. കുട്ടികൾക്ക് ഞങ്ങൾക്കൊന്നും കിട്ടാത്തൊരു സാഹചര്യവും സൗകര്യവും ഇനിയുള്ള ജനറേഷനിലെ കുട്ടികൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യവും കൂടെ അതിനകത്ത് നടന്നു വരുന്നുണ്ട്. 6 ഏക്കർ സ്ഥലത്ത് 4 ടർഫ് വിക്കറ്റ്സും ഗ്രാസ് ഔട്ട്ഫീൽഡോട് കൂടിയ 75 യാർഡ് ബൗണ്ടറിയുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടും നെറ്റ്സ് പരിശീലന സൗകര്യവും തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ 40 കളിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യവുമുണ്ട്. കാഫറ്റേരിയ, വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും തയ്യാറാക്കി വരുന്നു. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് എന്നാണ് അക്കാദമിയുടെ ഭാരവാഹികൾ അവകാശപ്പെടുന്നത്. ഗ്രൗണ്ടിന്റെ ആദ്യഘട്ട പ്രവർത്തനം 2024 മാർച്ചിൽ ഓൾ കേരള T20 ക്രിക്കറ്റ് ടൂർണമെന്റോടുകൂടിയാണ് തുടങ്ങിയത്. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഗ്രൗണ്ടിൽ നിലവിൽ കേരളത്തിലെ പ്രമുഖരായ 18 ടീമുകളെ ഉൾപ്പെടുത്തി ഓൾ കേരള 30 ഓവർ 1 ഡേ സീനിയർ ടൂർണമെന്റായ സീനിയേഴ്സ് കപ്പ് നടക്കുകയാണ്. ഈ ടൂർണമെന്റിൽ അണ്ടർ 19 ഇന്ത്യൻ താരവും അനവധി രഞ്ജി ട്രോഫി താരങ്ങളും സംസ്ഥാന താരങ്ങളും വിവിധ ടീമുകൾക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും 1000-കണക്കിന് കുട്ടികളാണ് ഈ കാലയളവിൽ അക്കാദമിയിലൂടെ പരിശീലനം നേടിയത്. ഇതിന്റെ ഫലമായി ഒട്ടേറെ ജില്ലാ, മേഖല, യൂണിവേഴ്സിറ്റി, സ്കൂൾസ്, ദേശീയ താരങ്ങൾക്കും 3 സംസ്ഥാന ക്യാപ്റ്റന്മാർക്കും, ഒരു രഞ്ജി ട്രോഫി താരത്തിനും, ശ്രീലങ്കൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് താരത്തിനും, ഇംഗ്ലണ്ട് കൗണ്ടി ക്രിക്കറ്റ് താരത്തിനും, തമിഴ്നാട് പ്രീമിയർ ലീഗ് താരത്തിനും 32ഓളം സംസ്ഥാന താരങ്ങൾക്കും അക്കാദമി ജന്മം നൽകി. 2025 മാർച്ച് 7 അക്കാദമി 21 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ 21 വർഷത്തെ അക്കാദമിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി 35ഓളം കളിക്കാർക്ക് നാട്ടിലും കേരളത്തിന് പുറത്തും വിദേശത്തും ക്രിക്കറ്റ് കളിയുടെ പേരിൽ ജോലി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗ് താരലേലത്തിൽ ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ 8 താരങ്ങളെയാണ് ലക്ഷങ്ങൾ മുടക്കി വിവിധ ടീമുകൾ സ്വന്തമാക്കിയത്. ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി 2 മാസം നീണ്ടു നിൽക്കുന്ന വേനൽക്കാല ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് പെരിങ്ങലിപ്പുറം ന്യൂ കിഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ചെങ്ങന്നൂർ ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാദമി ഇൻഡോർ പരിശീലന കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട്. ഇതിനായി അക്കാദമിയുടെ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാദമി ഹെഡ് കോച്ചും മാനേജിംഗ് ഡയറക്ടറുമായ സന്തോഷ് കുമാർ ടി, സെക്രട്ടറി മനോജ് എബ്രഹാം,
സെക്രട്ടറി മനോജ് എബ്രഹാം ജോസഫ്, അഡ്വൈസർ ഹരിനാരായണൻ, ഓപ്പറേഷൻസ് മാനേജർ അജയ് എം നായർ, ടീം മാനേജർ പ്രദീപ് മാധവ്, ടീം ഹോസ്പിറ്റാലിറ്റി കൺട്രോളർ ബാല പ്രതാപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, മാന്നാർ.